ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾക്ക് ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു ടു യൂട്യൂബ് ചാനൽ ജൂനീസ് വേൾഡ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വാക്യം വായിക്കുന്നു. സങ്കീർത്തനം 32 8 വാക്യം. സങ്കീർത്തനം 32 8 വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു കർത്താവ്, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു കർത്താവ്. ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഓർക്കുമ്പോൾ നമ്മൾക്ക് വരുന്നൊരു വാക്യമാണിത്. സങ്കീർത്തനം 32 8. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആലോചന പറയും. കർത്താവ് ആലോചന പറയുമ്പോൾ നമ്മൾക്ക് ഒരു സമാധാനം കിട്ടും, സന്തോഷം ലഭിക്കും. എൻ്റെ ഒരു വാക്യം ഇതാണ്: നീ എനിക്ക് മറുവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. കർത്താവ് നമുക്ക് കഷ്ടങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കും. എല്ലാ ആപത്തനർത്ഥങ്ങളും വിടുവിക്കുന്ന കർത്താവ്. ദൈവത്തെ വിളിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതാകുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി തീരട്ടെ. അതേപോലെ വാക്യമുണ്ട്: നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതിയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണ് മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അങ്ങനെ നമ്മൾ ബുദ്ധിയുള്ളവ ആരാധനയായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ലോകത്തിൽ നമ്മൾക്ക് അനേക ഡിസിഷൻ എടുക്കാൻ അറിയാൻ പറ്റാത്ത സാഹചര്യം. എന്ത് ചെയ്യാം, ഏത് കോഴ്സ് എടുക്കണം, ഏത് പഠിപ്പെടുക്കണം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ആലോചന പറഞ്ഞു തരുന്ന കർത്താവ്, കൗൺസിൽ ഓഫ് ഗോഡ്. കർത്താവ് കൗൺസിലിംഗ് ചെയ്യുന്നു. യേശു കൗൺസിലിംഗ് തരുന്നു. നമ്മുടെ ജീവിതത്തിലെ വചനത്തിൽ കൂടി, പഠനത്തിൽ കൂടി, മറ്റുള്ളവരിൽ കൂടി വരുമ്പോൾ പറഞ്ഞു തരും. കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ആലോചന കർത്താവ്, ദ ഗുഡ് കൗൺസിലർ ഫോർ us. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടത് വഴി കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് എനിക്ക് ആലോചന പറഞ്ഞു തരും. കർത്താവ് ദിവസങ്ങൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം എപ്പോഴും. അതിനുവേണ്ടി നമ്മൾ വചനത്തിൽ ആശ്രയിക്കണം. വചനത്തിൻ്റെ മർമ്മങ്ങളിൽ നമ്മൾ ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഒന്നുകൂടെ വായിക്കാം. സങ്കീർത്തനം 32 8. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി എന്നെ കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. എത്ര നല്ല കർത്താവ്! നമുക്ക് ഇന്നത്തെ ദിവസം സ്തുതിക്കാം, കർത്താവിനെ ആരാധിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. തൻ്റെ പാട്ടുകളിൽ കൂടി, വചനങ്ങളിൽ കൂടി, ജീവിതത്തിൽ കൂടി മറ്റുള്ളവരിൽ സന്തോഷിക്കുവാൻ, മറ്റുള്ളവരുടെ മുൻപാകെ ചാനൽ ഓഫ് ബ്ലെസ്സിങ് ആയിരിക്കാൻ ഇടയാകണമെന്ന് പറഞ്ഞുകൊണ്ട് ദൂതിൽ നിന്ന് ഞാൻ നിൽക്കുന്നു. ആമീൻ.